നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരുന്നത്. ഒടുവിൽ ആ പേര് ജനങ്ങളിലേക്ക് എത്തി. രാജീവ് ചന്ദ്രശേഖർ. ആരാണ് രാജീവ് ചന്ദ്രശേഖർ? BPL മൊബൈൽ ഫോണിന്റെ ഫൗണ്ടർ. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നയരൂപീകരണത്തിന് സുപ്രധാന പങ്കുവഹിച്ചയാൾ. ഭരണപരിഷ്കാരങ്ങൾ, സ്ഥാപന നിർമ്മാണം, ഇന്റർനെറ്റ് സ്വാതന്ത്ര്യം, ദേശീയ സുരക്ഷ, സായുധ സേനാംഗങ്ങളുടെ ക്ഷേമം എന്നിവയ്ക്കായി പ്രവർത്തിച്ച വ്യക്തി. അങ്ങനെ നേട്ടങ്ങൾ പലതുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത പുസ്തകത്തിൽ എഴുതാൻ. കാലത്തിനു മുന്നേ നടന്ന വ്യക്തിയെന്ന് തന്നെ പറയാം രാജീവ് ചന്ദ്രശേഖറിനെ. നൈപുണ്യ വികസന സംരംഭകത്വം, ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പുകളുടെ സഹമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. ഇന്ത്യൻ എയർഫോഴ്സിലെ എയർ കമാൻഡറായിരുന്ന തൃശൂർ ദേശമംഗലം സ്വദേശിയായ MK ചന്ദ്രശേഖറിന്റെയും ആനന്ദവല്ലിയമ്മയുടെയും മകനാണ് രാജീവ് ചന്ദ്രശേഖർ. 1964 മെയ് 31 ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അദ്ദേഹം ജനിച്ചത്. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ഇദ്ദേഹം ചിക്കാഗോയിലെ ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് 1988 കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കി. തുടർന്ന് വിനോദ് ധാം അദ്ദേഹത്തെ ഇന്റലിലേക്ക് തിരഞ്ഞെടുത്തു. 1988 മുതൽ 1991 വരെ അദ്ദേഹം ഇന്റലിൽ ജോലി ചെയ്തു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്വാൻസ് മാനേജ്മെന്റ് പ്രോഗ്രാമും അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. 1991 രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിൽ തിരികെ എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം BPL ഗ്രൂപ്പിന്റെ ഭാഗമായി. ഇന്ത്യൻ ടെലികോം സെക്ടറിൽ BPL മൊബൈൽ ആദ്യമായി വരുന്നത് 1994 ഇന്ന് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ ആദ്യകാല അടിത്തറയാണ് BPL മൊബൈൽ ഫോണുകൾ. ഈ BPL മൊബൈൽ ഫോണിന്റെ ഫൗണ്ടറാണ് രാജീവ് ചന്ദ്രശേഖർ എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെ. രാജീവ് ചന്ദ്രശേഖറിന്റെ ശക്തമായ രാഷ്ട്രീയ ജീവിതം 2006 കർണാടകയിലെ അർബൻ ബംഗളൂരുവിനെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ ആരംഭിച്ചതാണ്. 2008-2009 കാലഘട്ടത്തിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2012 രാജ്യസഭയിലേക്ക് വീണ്ടും രണ്ടാം തവണയും ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2013 പാർലമെന്റിൽ അവരുടെ ശബ്ദം നേരിട്ട് കേൾക്കാൻ പൗരന്മാർക്ക് അവസരം നൽകുന്നതിനുള്ള ഒരു ഓൺലൈൻ ക്യാമ്പയിൻ ആസ്ക് ആരംഭിച്ചത് രാജീവ് ചന്ദ്രശേഖറാണ്. 2014 പൊതു തെരഞ്ഞെടുപ്പിൽ സായുധ സേനാംഗങ്ങൾക്ക് അവരുടെ സ്ഥാനങ്ങളിൽ വോട്ടവകാശം ലഭിക്കുന്നതിനും ഈ തപാൽ ബാലറ്റ് സൗകര്യം സായുധ സേനയിലേക്ക് കൊണ്ടുവരുന്നതിനുമുള്ള കൂടുതൽ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾക്കും വഴിയൊരുക്കിയത് അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രയത്നം കൊണ്ടാണ്. 2016 സെപ്റ്റംബറിൽ ജമ്മു കാശ്മീരിലെ ഉറിയിൽ അക്രമകാരികൾ ഇന്ത്യൻ സൈന്യത്തെ ആക്രമിച്ച ഉറി ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ അനുവദിച്ച മോസ്റ്റ് ഫേവറേറ്റ് നേഷൻ അതായത് MFN പദവിയെ വെല്ലുവിളിക്കുകയും 2016 നവംബർ 18 ഇതേ സംബന്ധിച്ച് രാജ്യസഭയിൽ ഒരു സ്വകാര്യ ബിൽ സമർപ്പിക്കുകയും ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ MP-യാണ് രാജീവ് ചന്ദ്രശേഖർ. 2015 മാർച്ചിൽ നടന്ന ഇന്റർനെറ്റിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും സംസാരത്തിനും വേണ്ടിയുള്ള രാജീവിന്റെ പോരാട്ടം വിവരസാങ്കേതിക നിയമത്തിലെ ആർട്ടിക്കിൾ 66A റദ്ദാക്കാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിക്കുകയുണ്ടായി. പിന്നീട് 2015 ജൂലൈയിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് മദ്യം വിളമ്പുന്ന ഔട്ട്ലെറ്റുകൾക്കെതിരെ നടപടിയെടുക്കാൻ രാജീവിന്റെ ഇടപെടൽ വളരെ സ്വാഗതാർഹമായിരുന്നു. ഇന്ത്യൻ സായുധ സേനകളുടെയും വിമുക്ത ഭടന്മാരുടെയും ദീർഘകാലമായുള്ള ആവശ്യമായിരുന്ന ഒരു റാങ്ക് വൺ പെൻഷൻ, അതായത് വിരമിക്കൽ തീയതി പരിഗണിക്കാതെ ഒരേ റാങ്കിന് ഒരേ സേവന ദൈർഘ്യത്തിന് ഒരേ പെൻഷൻ എന്ന ആവശ്യത്തിനുമേൽ 2006 മുതൽ അദ്ദേഹം നിരന്തരമായി പോരാടിയിരുന്നു. 2015 സെപ്റ്റംബറിൽ വൺ റാങ്ക് വൺ പെൻഷൻ വിഷയം പ്രതിരോധ മന്ത്രി ഔപചാരികമായി പ്രഖ്യാപിക്കുകയുണ്ടായി. 2018 കർണാടകയെ പ്രതിനിധീകരിച്ച് BJP രാജ്യസഭാ MP-യായി രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഭരണപരിഷ്കാരങ്ങൾ, സ്ഥാപന നിർമ്മാണം, ഇന്റർനെറ്റ് സ്വാതന്ത്ര്യം, ദേശീയ സുരക്ഷ, സായുധ സേനാംഗങ്ങളുടെ ക്ഷേമം, ബംഗളൂരുവിന്റെയും കർണാടകയുടെയും സുസ്ഥിരമായ വികസനം എന്നിവയ്ക്കായി അദ്ദേഹം വാദിക്കുകയുണ്ടായി.
2020 സെപ്റ്റംബറിലാണ് രാജീവ് ചന്ദ്രശേഖർ BJP ദേശീയ വക്താവാകുന്നത്. ആദ്യ ടേം MP എന്ന നിലയിൽ 2G അഴിമതി പോലുള്ള അഴിമതി പാർലമെന്റിൽ ഉന്നയിച്ച ആദ്യത്തെയാളാണ് അദ്ദേഹം. 2006-ൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ സ്ഥാപിച്ച രാജീവ് ചന്ദ്രശേഖർ 2014 വരെ അതിന്റെ ചെയർമാനായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് ചെയർമാനായിരുന്ന രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥിയായി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിന് മുൻപ് ഈ പദവി രാജിവെച്ചു. അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായ മാറ്റങ്ങൾക്ക് അടിത്തറ പാകിയ, പുതിയ മാറ്റങ്ങൾക്കൊപ്പം നടന്നു തുടങ്ങിയ മനുഷ്യനാണ് ഇത്തവണ തിരുവനന്തപുരത്ത് നിന്നും ജനവിധി തേടുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിൽ തിരുവനന്തപുരത്ത് ഇത്തവണ താമര വിരിയുകയാണെങ്കിൽ വരാൻ പോകുന്നത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും.